നമസ്കാരം. ലോകരാഷ്ട്രീയത്തിന്റെ കേന്ദ്രത്തിൽ വീണ്ടും ഒരു ചൂട് പിടിച്ച വിവാദ പ്രഖ്യാപനം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തെ അതിശയിപ്പിക്കുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുകയാണ്. യുദ്ധത്തിന്റെ തീയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന മിഡിൽ ഈസ്റ്റ് പശ്ചാത്തലത്തിൽ ഇറാന്റെ പരമാധികാര നേതൃത്വത്തെക്കുറിച്ചുള്ള ട്രംപിന്റെ പുതിയ പരാമർശങ്ങൾ പുതിയൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഫെബ്രുവരി 28-ന് ആരംഭിച്ച ആക്രമണത്തിൽ ഇറാന്റെ ദീർഘകാല സുപ്രീം ലീഡറായ അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. അതിന് പിന്നാലെ അധികാരത്തിലെത്തിയ മുജ്തബ ഖമേനിയെ കുറിച്ചാണ് പിന്നീട് ട്രംപിന്റെ വിവാദ പരാമർശമുണ്ടായത്. അദ്ദേഹം ജീവനോടെ ഉണ്ടെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ നിലയിലാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. അതൊരു സാധാരണ രാഷ്ട്രീയ പ്രസ്താവനയായിരുന്നില്ല, മറിച്ചൊരു സ്വതന്ത്ര രാജ്യത്തിന്റെ ആഭ്യന്തര നേതൃത്വത്തെക്കുറിച്ചുള്ള തുറന്ന ഇടപെടലാണ് എന്നാണ് നിരീക്ഷകർ പോലും വിലയിരുത്തിയത്. ഇതിനു മുൻപും ഇറാന്റെ അടുത്ത സുപ്രീം ലീഡറെ തിരഞ്ഞെടുക്കുന്നതിൽ താൻ പങ്കാളിയാകണമെന്നും അമേരിക്കയുടെ അനുമതിയില്ലാതെ ആരും അധികാരത്തിൽ നിലനിൽക്കില്ല എന്നും ട്രംപ് തുറന്നു പറഞ്ഞിരുന്നു. കഴിഞ്ഞ മാസം യുഎസും ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഖമേനി. ഇതോടെ ഇറാനിൽ വലിയൊരു ഭരണശൂന്യത നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമേനിയെ പിന്നീട് പിൻഗാമിയായി തിരഞ്ഞെടുത്തുവെങ്കിലും യുദ്ധം ആരംഭിച്ച ശേഷം അദ്ദേഹം പൊതുവിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇത് കടുത്ത അഭ്യൂഹങ്ങൾക്കാണ് അന്നു മുതൽ വഴിതെളിച്ചത്. അദ്ദേഹം ആക്രമണങ്ങളിൽ പരിക്കേറ്റ് ചികിത്സയിലാണ് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇറാന്റെ ക്ഷണത്തെക്കുറിച്ചുള്ള ട്രംപിന്റെ പുതിയ അവകാശവാദം ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഇറാനിലെ യുദ്ധം ലക്ഷ്യത്തിന് അടുത്തെത്തിയെന്നും ട്രംപ് പറയുന്നുണ്ട്. സമാധാന ചർച്ച നടക്കുന്നുവെന്ന് സമ്മതിക്കാൻ ഇറാൻ നേതാക്കൾക്ക് ഭയമാണ് എന്നാണ് ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇറാനുമായി രഹസ്യ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും അവർ വെടിനിർത്തലിന് ആഗ്രഹിക്കുന്നുണ്ട് എന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ അമേരിക്കയുമായി യാതൊരു ചർച്ചയും നടക്കുന്നില്ല എന്ന് വ്യക്തമാക്കി ഇറാൻ ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ നിഷേധിച്ചിട്ടുണ്ട്. ട്രംപ് തന്നോട് തന്നെയാണോ ചർച്ച നടത്തുന്നതെന്ന് ഇറാന്റെ സൈനിക വക്താവ് ഇബ്രാഹിം സോൽഫാഖാരി പരിഹസിച്ചു. അമേരിക്കയുടെ വെടിനിർത്തൽ ഉപാധികൾ ഇറാൻ കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. വെടിനിർത്തലിനുള്ള ട്രംപിന്റെ 15 ഉപാധികൾ തള്ളി യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇറാൻ 5 നിബന്ധനകളാണ് മുന്നോട്ട് വെച്ചത്. ഹോർമുസിലെ ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം, ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണം, വീണ്ടും യുദ്ധം തുടങ്ങില്ല എന്ന് ഉറപ്പു നൽകണം, യുദ്ധത്തെ തുടർന്നുണ്ടായ നഷ്ടങ്ങൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകണം, ഇറാനിൽ വീണ്ടും യുദ്ധം തുടങ്ങില്ല എന്നത് ഉറപ്പാക്കാൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നിവയാണ് ഇറാൻ മുന്നോട്ട് വെച്ച നിബന്ധനകൾ. ഇതിനിടെ യുദ്ധം കൂടുതൽ രൂക്ഷമാവുകയാണ്. ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സാമ്പത്തിക വിപണികളും നടുങ്ങിയിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ വരെ ഈ സംഘർഷത്തിന്റെ ആഘാതം അനുഭവിക്കുകയാണ്. ഇപ്പോൾ പ്രധാന ചോദ്യം, ഒരു രാജ്യത്തിന്റെ പരമാധികാര നേതാവിനെ കുറിച്ച് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താനുള്ള അധികാരം മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റിന് ഉണ്ടോ എന്നുള്ളതാണ്. ഇതൊരു പുതിയ ജിയോ പൊളിറ്റിക്കൽ തർക്കത്തിന്റെ തുടക്കമാണോ, അല്ലെങ്കിൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന മാനസിക സമ്മർദ്ദ രാഷ്ട്രീയത്തിന്റെ ഭാഗം? ലോകം മുഴുവൻ ഉറ്റുനോക്കുമ്പോൾ അമേരിക്ക ഇറാൻ സംഘർഷം ഇനിയൊരു യുദ്ധ പരിധി കടന്ന് നേതൃത്വം, അധികാരം, ആഗോള സ്വാധീനം എന്നിവയെ ചുറ്റിപ്പറ്റിയ വലിയ പോരാട്ടമായി മാറുന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.